നമസ്തേ. കരിക്ക ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് എൻ്റെ ജ്യോതിഷാലയം, ശ്രീ മുരുക ജ്യോതിഷാലയം. മേടക്കൂറിലുള്ള അശ്വതീപരണി കാർത്തിക ഈ നാളുകാർക്ക് 12 ആഴ്ചയ്ക്കുള്ള ഫലം അത്ര ശുഭകരമല്ല. അവർക്ക് മിക്സഡ് ഫീലിംഗാണ് അനുഭവങ്ങൾ. ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഏകദേശം ഒരുപോലെ വരികയാണ്. ധനാഗമനം തടസ്സപ്പെട്ടാലും അത് കിട്ടും. പ്രതീക്ഷിക്കാത്ത സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. ലവ് മാരേജ് നടക്കും. പിന്നെ ഇവിടെ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് വിദേശത്താണ് പ്രാധാന്യം. ഇവിടെ നാട്ടിലുള്ളത് കുറേ കൂടി ലേറ്റാകും. എനിക്ക് പഞ്ചാമൃതമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഭർത്താവിന് വെള്ളപായസം കൊടുക്കാം, അതും ഗുണകരമാണ്. അടുത്തത് കാർത്തിക രോഹിണി മകയിരം പകുതി ഇടവമാണ്. ഇവർക്ക് ഭാഗ്യാനുകൂല്യം ഉണ്ടാകാൻ നല്ല സാധ്യതയുള്ള കാലമാണ്. പ്രത്യേകിച്ച് ശുക്രൻ്റെ നില, ശനിയുടെ നില, ഇതൊക്കെ വളരെ ഗുണകരമായ കാര്യമാണ്. അവർക്കും അത് 50% പ്രവർത്തിച്ചാൽ നടക്കുന്ന കണ്ടീഷനിലാണ്, ഒരു സംശയം വേണ്ട. ഏത് ഭാഗ്യങ്ങളും അടുത്ത് വരുന്നതാണ്. അതുകൊണ്ട് കുടുംബക്ഷേത്രം സന്ദർശിക്കുക. നക്ഷത്രങ്ങൾക്ക് നിങ്ങളുടെ അതാത് നക്ഷത്ര ദിനത്തിന് പാൽപ്പായസം കൊടുക്കുക. ഇതെല്ലാം തടസ്സം മാറാൻ ഗുണകരമാണ്. മകയിരം 3-4 പാദം, തിരുവാതിര, ഉണർദം, മുക്കാൽ, ഇത്രയുമാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറ് അവർക്ക് മുൻകൂട്ടി ചില കാര്യങ്ങൾ അറിയാൻ കഴിയുന്നവരാണ്. ഇത് തീർച്ചയായും വളരെ ഗുണകരമായ കാര്യമാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഡിവിഷൻ നടത്തി കിട്ടാനുണ്ടായിരുന്ന വസ്തു അത് കിട്ടുക, LIC കിട്ടാതിരിക്കുക, മറന്നുപോയ PNA കിട്ടുക. അതായത് ഇങ്ങനെ ശമ്പളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനും മറന്നുപോയെന്നും അല്ലാതെ ഒന്നുമല്ല. അതെല്ലാം തിരിച്ച് കിട്ടുക. വിവാഹം, അതായത് 70-30% ഗുണവും 30% ദോഷവുമായി കിടക്കുകയാണ്. ഉഭയരാശിയാണ്. അതുകൊണ്ട് കടുംപിടി കുറയ്ക്കുക, ക്ഷോഭം കുറയ്ക്കുക, വൃത്തിയാട്ടം കുറയ്ക്കുക. നിങ്ങൾക്ക് വൻകിട ഗുണമുണ്ടാകും. പുണർന്നം അവസാനത്തെ 6 മണിക്കൂർ പൂയമായിരിക്കും. കർക്കിടകപ്പുറമാണ്. കർക്കിടകപ്പുറക്കാർക്ക് ശനിയെ കൊണ്ടുണ്ടായിരുന്ന ദോഷത്തിൻ്റെ കാഠിന്യം വളരെ കുറവാണ്. അവിടെ ഇപ്പോൾ ശുക്രനെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഭാഗ്യം കിട്ടാവുന്ന കാര്യങ്ങൾ കാലതാമസം ആയെങ്കിലും അത് കിട്ടും. പിന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സിറ്റി ലോട്ടറിയിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകാം. പഠിച്ചു വരുന്നവർക്ക് ചില രോഗങ്ങളോ അസുഖങ്ങളൊക്കെ വന്നേക്കാമെങ്കിലും നല്ല റാങ്ക് മാർക്കുകൾ പ്രതീക്ഷിക്കാം. ഫോറിൻ യാത്ര എന്ന് വെച്ചാൽ ഗൾഫ് തന്നെ ആകണമെന്നില്ല. നമ്മൾ ജനിച്ച സ്ഥലത്ത് നിന്ന് ഇന്ത്യയിൽ തന്നെ മറ്റ് എവിടെ പോയാലും ഒരു പ്രദേശമല്ലല്ലോ, ഉദ്ദേശമല്ലേ. ആ തരത്തിൽ ദൂരെ പോകാതിരിക്കരുത്. അമ്മയ്ക്ക് വയ്യ, അച്ഛനും വയ്യ, അച്ഛക്ക് വയ്യ, അതുകൊണ്ട് ജോലിക്ക് പോകണില്ല എന്ന് പറയുന്ന കാലമല്ലല്ലോ ഇത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റുക, പോകണം. ടെക്നിക്കൽ ജോലിക്കാർക്കും വലിയ ഗുണകരമാണ്. ധനാഗമനം, ബന്ധുഗമനം ഒക്കെ പ്രതീക്ഷിക്കാവുന്നവരാണ്. അത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും.